അതിനേശ് ഇവിടെ ഊയിനും ഗീജോന് കുറെ മെസ്സേജ് അയച്ചു നോക്കുമ്പോഴാണ് അവനാണെ മെസ്സേജ് ഒന്നും കാണത്തില്ല. അപ്പോഴാണ് മിറയും ചിലപ്പോൾ ആ മത്സരം തോറ്റോണ്ട് അവൻ എവിടെയും പോയി കരയായിരിക്കും എന്നറിഞ്ഞ് അവളിങ്ങനെ കളിയാക്കിച്ചിരിക്കുമ്പോൾ മറ്റേ കൂട്ടുകാരി സെറയും അവൻ കരയുന്ന വ്യക്തിയൊന്നുമില്ല, അവൻ സന്തോഷത്തിൽ തോറ്റെന്നൊന്നും പറയത്തേ ഉള്ളെന്ന് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഊയിനും അവന് വേണ്ടി കുറെ വെയിറ്റ് ചെയ്തിട്ട് ഇവൾമാരോട് പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം അവിടേക്ക് വരുന്ന ഗീജനാണ് ഇവളുടെ മെസ്സേജ് കണ്ടിട്ട് ഇവർ തീരുമാനിച്ച പോലെ പ്ലാൻ ബി യൂസ് ചെയ്യാന്ന് അവൾ ഇവന് മെസ്സേജ് ഇട്ടേക്കും. അതുകൊണ്ട് ഇത് കണ്ട് അവനാണ് സന്തോഷപ്പെടും. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഊയിന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഗീജനാണ് അവൾ പുറയെന്ന് വിളിച്ചിട്ട് ഇവൻ കോമ്പറ്റീഷൻ നടന്ന കാര്യമൊക്കെ അവളോട് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫ് കാണിച്ചെന്ന് പറഞ്ഞ് ഇതാ നിന്റെ ബോയ് ഫ്രണ്ട് നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേക്കുന്ന അവളാണ് ഇവ മത്സരം തോറ്റ് വിഷമിക്കാത്തോണ്ട് അവൾക്ക് സന്തോഷമുള്ളെന്ന് പറയും. കാരണം ഇവൻ തോറ്റോ എന്ന് പറഞ്ഞ് അവളെത്തിരി വിഷമിച്ചിരുന്ന. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഞാൻ അങ്ങനത്തെ വ്യക്തിയൊക്കെയാണോ, ഞാൻ ഗീജോനല്ലേ എന്നിട്ട് അവനും പറയുമ്പം ഹൂയിനാണ് ഇവ മനഃപൂർവ്വം അല്ലേ അനിൻ്റെ കൂടെ തോറ്റെടുത്തും ജയിക്കും. ഇത് കേട്ട് അവനും അതങ്ങനെ ഇവൾക്കറിയാൻ ജയിക്കുമ്പം അവള് ഞാൻ ഊയനാന്ന് പറഞ്ഞ് ഇവ രണ്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം അനിയൻ ഇവരെ എതിർക്കാനുള്ള കാരണം വീട്ടിൽ അമ്മ എപ്പോഴും ഇവളെ വഴക്കറിയുന്നുണ്ട്, അവൻ പേടിച്ചിട്ടാന്നറിയും. അതുകൊണ്ട് അതോർത്തൊന്ന് ഇവന് വിഷമിക്കേണ്ടെന്ന് അറിയുമ്പോഴാണ് ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന ഗീജോനാണ് അനിയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കി അവ സങ്കടത്തിലായിരിക്കും പോകുന്നത്. അതിനുശേഷം അടുത്ത ഞായറാഴ്ച ഇവിടെ ഓയിനും അനിയൻ കാണാതെ നൈസിന് ഡ്രോയിങ് ക്ലബിലെ ചെല്ലുമ്പോഴാണ് അനിയനാണ് പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇവളിപ്പോൾ ആരും കാണാതെ മറ്റവനെ കാണാൻ വേണ്ടി പോകണം ചോദിക്കും. അപ്പോഴാണ് ഇവള് പിടിച്ചിട്ട് അല്ല ഞാൻ പടം വരയ്ക്കാൻ പോവാ, നീ ഇത് അമ്മയോടൊന്നും പറയല്ലേ എന്നിന് ഇവളും പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഞാനും കൂടാരാന്ന് പറഞ്ഞിട്ട് ഇവളെ ഫോളോ ചെയ്ത് തന്നെ പോകും. ഇതേസമയം ഈ കാര്യം അറിഞ്ഞ് ഗീജനാണ് അവളുടെ അനിയൻ അവിടെ ഉള്ളതുകൊണ്ട് ഇവൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് തീരുമാനിക്കും. അതിനേശം ഇവിടെ ഓയിനും അവളുടെ അനിയനെ വിളിച്ചുകൊണ്ട് ഡ്രോയിങ് ക്ലബിലെ ചെല്ലുമ്പോഴാണ് അവനാണ് ഫ്രണ്ടിലത്തെ മതിൽ കണ്ടിട്ട് ബീച്ച് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഇടിച്ചിടും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്ന ഇത് ഫുൾ ആരാണ്ട് പടം വരച്ച് വെച്ചേക്കുവാന്ന്. കാരണം ഇന്ന് വേറെ ഗെറ്റപ്പ് ബീച്ച് ലുക്കിലാണ്. അതുകൊണ്ട് അവരെല്ലാരും കൂടെ അനിയനും കൂടെ ഡ്രസ്സ് കൊടുത്തിട്ട് ഇവൻ ഈ ഗെറ്റപ്പിലേക്ക് മാറാൻ വേണ്ടി പറയും. അപ്പോഴാണ് അനിയനാണ് ഞാൻ എന്തിനു മാറണം എന്നറിഞ്ഞ് അവനൊന്ന് മനസ്സിലാവാതിരിക്കുമ്പം ബ്ലാക്ക് ഫിംഗർ ആണ് അടുത്തേക്ക് വന്നിട്ട് ഇതാ ഇവിടുത്തെ റൂൾസ് എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇതിട്ട പടം വരയ്ക്കുന്നെന്ന് അറിയും. അപ്പോഴാണ് അനിയനാണ് ഇത് കേട്ടിട്ട് നിങ്ങളൊക്കെ എന്തോ കൊച്ചുലാർ പോലെ കളിക്കുവാണ്, ഇത് കണ്ടിട്ട് നിങ്ങളൊക്കെ ചുമ്മാ തമാശ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നിന് അനിയൻ പറയുമ്പോഴാണ് അവളും മോനെ നിനക്കപ്പം എന്തോ സീരിയസ് ആയിട്ട് തോന്നുന്നത്, കാരണം എല്ലാ ദിവസവും നമ്മൾ കുറെ ടയേർഡായിട്ട് ഞായറാഴ്ച മാത്രം ഇവിടെ വന്ന് ഹാപ്പിനെസ് പങ്കിടുന്നതാണ് ഈ ക്ലബിന്റെ ഉദ്ദേശം, അത് നീ പഠിക്കുന്ന ബുക്കിലൊന്നും പറഞ്ഞിരുത്തില്ല എന്നിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അനിയനും പഠിത്തം ഈ ലോകത്ത് വലുതെന്നാവും പറയും. അത് തീരുമാനിക്കുന്ന നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ പറ്റത്തുള്ളെന്ന് അവനെ ചെന്ന് മാറാൻ വേണ്ടി പറയും. എന്നിട്ട് സുൻഹയാണ് അവന്റെ പുറകെ ചെന്ന് ഈ ഡ്രസ്സ് ഇടാൻ അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അതിനേശോടെ ബാക്കി എല്ലാവരും കൂടെ ബ്ലാക്ക് ഫിംഗറിനോട് ആ കൊച്ചുപയ്യനോട് തന്നെ അങ്ങനെ സംസാരിച്ചും ജയിക്കുമ്പം അവളാണ് അവനല്ലേ കൊച്ചുപയ്യനല്ല വലിയ ആൾക്കാരോട് സംസാരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ അതുകൊണ്ട് അവനോട് അങ്ങനെ സംസാരിച്ചെന്ന് പറയും. പക്ഷെ എന്നും പറഞ്ഞിരുന്ന് സീരിയസ് ആയിട്ട് എടുക്കല്ലേ എന്ന് ഈ പൂയിനോട് എന്തിനാ അനിയനെ കണ്ട് ഇത്ര പേടിച്ചിരിക്കുന്ന ജയിക്കും. ഇത് കേട്ട് ഗീറിനാണ് നീയൊക്കെ എന്നെ കണ്ട് പഠിക്കണമെന്ന് അനിയൻ വന്ന് ഒറ്റ അരടിച്ചു കൊടുക്കണമെന്ന് അവള് പറഞ്ഞു കൊടുക്കും. അതേസമയം ഇവിടെ ഗീജനും അനിയൻ പറഞ്ഞൊക്കെ ഇങ്ങനെ മൈൻഡ് ആലോചിച്ചോണ്ടിരിക്കും. അതായത് ഇവനെ പോലെ ഒരു വ്യക്തി അവന്റെ ചേച്ചിക്ക് ഒരിക്കലും ചേരത്തില്ലെന്ന്. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവനും നമുക്കൊന്നും കൂടെ ഷൂട്ടിംഗ് ചെയ്യാന്ന് പറഞ്ഞ് ഇവ മോഡലിംഗ് ഭയങ്കര ഫോക്കസ് ആയിട്ടിരിക്കുമ്പോൾ ഇവന്റെ ബോസിനാണോന്ന് മനസ്സിലാവാതെ ഇവൻ ഇന്ന് വയ്യാൻ ജയിക്കും. അപ്പോഴാണ് അവനും ഇനി തൊട്ട് ഏതെങ്കിലും ഫോട്ടോ കൊള്ളത്തില്ലെങ്കിൽ എന്നോട് പറയണം, ഞാൻ വീണ്ടും പോസ് ചെയ്യാം. ഏതിന് അവനും ജോലി സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിക്കും. അതേസമയം ഇവിടെ അവരെല്ലാരും കൂടെ ഗീജൻ എന്താ വരാത്തും ജയിക്കുമ്പം പെട്ടെന്ന് ഊയിനാണ് അനി ഉള്ളത് കൊണ്ട് വിഷയം മാറ്റാൻ വേണ്ടി അവൻ ക്ലബ്ബ് നിർത്തിയിട്ട് എപ്പോഴേ പോയെന്നറിയും. അപ്പോഴാണ് കാക്കിയും അവൻ എപ്പോഴാ ക്ലബ്ബ് നിർത്തിയെന്ന് ഇവൻ സീരിയസ് ആയിട്ട് വയ്ക്കുമ്പം പുറയുന്ന ഗീറിനാണ് അവനെ ചവിട്ടിയാൻ കളയും. അതിനുശേഷം കാക്കി നൈസിന് അവിടെ ചെന്ന് പോസ് കൊടുത്തോണ്ടിരിക്കുമ്പം ഇവരെല്ലാരും കൂടെ അവനെ നോക്കി ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അനിയനാണ് സുൻഹ ഇവിടെ കിടിലായിട്ട് വരയ്ക്കുന്നിട്ട് അവനോടൊരു പ്രത്യേക ഇഷ്ടമാകും. അതേസമയം ഗീജനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അവനെക്കാളും ബെറ്റർ സുൻഹ എന്ന് വിചാരിച്ച് ഇവനാണ് അവനെ സമ്മതമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ എല്ലാവരും പോസ് ചെയ്തതിനു ശേഷം അവസാനം അനിയൻ നിൽക്കാൻ പറയുമ്പോഴാണ് അവൻ ഇവരുടെ വൈബിന്റെ കൂടെ തന്നെ ചേർന്നു പോകും. എന്നിട്ട് പടമൊക്കെ കളിച്ചിട്ട് ഇവിടെ അവളുടെ അനിയനും സുൻഹയുടെ അടുത്ത് ഓരോ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ചോദിച്ച് അവനിങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഊയും നോക്കുമ്പോൾ ഇവിടെ സുൻഹോ കറക്റ്റ് എല്ലാ രാജ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അനിയനും ഇവന് ഗേൾഫ്രണ്ടോണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഊയനാണ് പിടിച്ചിട്ട് എടാ നീ എന്തുവാ നീ ചോദിക്കുന്നത് എന്നിന് അവനെ തടഞ്ഞെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അനിയനും എന്റെ ചേച്ചിയെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് ഒരു ഗേൾഫ്രണ്ട് ഇല്ല ഇവളെ വേണേ ആലോചിച്ച് നോക്കാൻ പറയും. അപ്പോഴാണ് അതെല്ലാം അവിടെ നിൽക്കുന്ന ഗീറിനാണ് ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഊയിന് അനിയന് വരെ സോറ് പറയുമ്പം അവിടേക്ക് വരുന്ന ഗീജനാണ് അവന് വേറൊരു പെങ്കൊച്ചിന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിന് ഊയിന്റെ ഒരു അറ്റം പോലും സൗന്ദര്യം ഇല്ലെന്ന് പറയും. അങ്ങനെ അവൻ സ്വന്തം ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. അതേസമയം ഇവനെ കണ്ട അനിയനാണ് ഇവൻ ഇവിടെ നിർത്തിപ്പോയെന്നല്ലേ ചേച്ചി പറഞ്ഞെന്ന് അവന് പെട്ടെന്ന് ദേഷ്യം വരുമ്പം മത്സരം തോറ്റോണ്ട് ഇവളുടെ ചേച്ചിയുടെ പോലെ വരലെന്ന് അവനെ വാക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഇത് കണ്ട് ഗീജൻ തിരിച്ചൊന്നും പറയാതെ അനിയനെ പോലെ തന്നെ അവനെ തിരിച്ച് ദേഷ്യത്തിൽ നോക്കും.
അതിനുശേഷം ഗീജൻ ചെന്ന് പോസ് കാണിക്കുമ്പം പെട്ടെന്ന് അനീനെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇവന്റെ കൂടെ കപ്പിൾ പോസ് ചെയ്തോട്ടെ എന്ന് അവൻ നേരെ ഗീജന്റെ വയറ്റിൽ ചെന്നങ്ങിരിക്കും. അതോടെ വെറൈറ്റി സ്റ്റൈലിൽ നിൽക്കുന്ന അവനാണ് അനീനെ ഇരുന്നുകൊണ്ട് അവനെ വേഗം സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഊയിന് വേണ്ടി പിടിച്ചേ പറ്റത്തുള്ളെന്ന് അറിഞ്ഞ് അവൻ അവസാനം വരെ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കും. ഇത് കണ്ട് ബാക്കി എല്ലാവരും കൂടെ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അനീനും മര്യാദയ്ക്ക് തോറ്റു കൊടുക്കടാന്ന് പറഞ്ഞ് അവനിങ്ങനെ ദേഷ്യത്തിരിക്കും. പക്ഷെ ഗീജനാണ് ഞാൻ നിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കും പറഞ്ഞ് അവനും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതോടെ അനിയന്റെ മനസ്സ് ചെറുതായിട്ട് അങ്ങ് മാറി അവസാന നിമിഷം മാത്രം അവന്റെ വെയിറ്റ് കൊടുക്കാതെയൊക്കെ നിൽക്കും. അങ്ങനെ പടം വച്ചതിന് ശേഷം ഊയിനാണ് അവളുടെ അനിയനെ പിടിച്ച് മാറ്റുമ്പോഴാണ് ഇവിടെ ഗീജനും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവന് കൂളായിട്ട് എടുത്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം അനിയന്റെ കൂടെ എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കുമ്പോഴാണ് ഇവിടെ ഊയിനാണ് ഇന്ന് നടന്നതിനൊക്കെ ഗീജനോട് സോറി പറയും. പക്ഷെ അവനാണ് ഇത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. എന്നിട്ട് വീട്ടിൽ എത്തിയതിനു ശേഷം ഊയിനും ഇന്നത്തെ അവസ്ഥ അവൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെങ്ങും കുഴപ്പമില്ല, പക്ഷെ ആ കാലമാടനെ ഇവൾ വീണ്ടും കാണുകയും ചോദിക്കും. ഇത് കേട്ട് അവളും പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി നീ പറഞ്ഞിട്ട് ഞാൻ അവനെ നോക്കുമെന്ന് അവള് വിഷയം മാറ്റുമ്പോൾ അനിയനാണ് ഞാനൊന്നും മണ്ടനല്ല, ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു കൈ പിടിച്ചിരിക്കുന്ന ഞാൻ കണ്ടേന്നാവും പറയും. പക്ഷെ ഇവന് ഗീജോന് ഇഷ്ടമല്ലെങ്കിലും ഇവള് പ്രേമിക്കുന്ന കാര്യമൊന്നും അമ്മയോട് പറയത്തില്ലെന്ന് പറയും. കാരണം ഇവൾക്ക് മാത്രം എന്തോ അവന്റെ മനസ്സറിയാന്നുണ്ടായിരിക്കും ഇവൾക്ക് അവൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് അനിയനാണ് ഇവർക്കിപ്പോ സമ്മതം കൊടുക്കും. അതിനുശേഷം അവൾ ഈ സന്തോഷമായിട്ടുള്ള കാര്യം അപ്പം തന്നെ ഗീജനെ വിളിച്ച് പറയുമ്പോൾ അവന് സന്തോഷത്തി എന്തായാലും അവന്റെ മനസ്സ് പറഞ്ഞാൽ വിചാരിച്ചു നോക്കില്ലെന്ന് പറഞ്ഞ് ഇവരുടെ ഹാപ്പി ആയിട്ട് സംസാരിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ വയറ് ഭയങ്കര സ്ട്രോങ് ആന്ന് പറഞ്ഞ് അത്ര സമയം പിടിച്ചെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനും വയറ് മാത്രമല്ല എനിക്കെല്ലാം സ്ട്രോങ് ആന്ന് അവൻ ആ സ്പീഡിൽ അങ്ങ് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നാണിച്ചിരിക്കും. അപ്പോഴാണ് അവളും നീ എന്തോ ഒന്നും മിണ്ടാത്തേന്ന് പറഞ്ഞ് ഇവൾക്കൊന്നും കേൾക്കുന്നില്ലെന്ന് പറയുമ്പോൾ അവനാണ് നമ്മൾ കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. പക്ഷെ ഇവൾക്കാണ് ഒന്നും മനസ്സിലാവത്തില്ല അവന്റെ വയറ് സ്ട്രോങ് എന്ന് പറഞ്ഞ് എന്തോ കുഴപ്പമൊന്ന്. അതേസമയം അന്ന് രാത്രി ഇവിടെ ബ്ലാക്ക് ഫിംഗറിന്റെ പുറകെ കാക്കിയും പോയിട്ട് അവനെന്തുകൊണ്ടാ ഒരാണായിട്ട് കാണാത്തേം ചോദിക്കും. അങ്ങനെ ഇവന്റെ ഇഷ്ടമൊക്കെ ഇവളോട് ഇപ്പൊ പറയുമ്പോഴാണ് അവളാണ് പെട്ടെന്ന് ദേഷ്യത്തി എന്നെ നീ അങ്ങനെ കാണലടാന്ന് പറഞ്ഞ് അവനടിച്ച് പൊട്ടിക്കും. അതിനുശേഷം അടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവൻ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് അവളാണ് മെസ്സേജ് അയച്ചിട്ട് എന്തുകൊണ്ട് ഇവൾ ഇഷ്ടപ്പെടുന്നതെന്ന് ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് വരാൻ വേണ്ടി പറയും. അതോടെ അവനാണ് സന്തോഷത്തി ഇതിനെങ്കിലും ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര ഹാപ്പിയാകും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ഗീജനാണ് അവന്റെ ഫ്രണ്ട്സിനോട് കിസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഒരു കൂട്ടുകാരനും അതിനെക്കുറിച്ച് ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് ഒരു ബുക്ക് വാങ്ങിച്ച് പഠിച്ചാന്ന് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഇവന് പറഞ്ഞിരുന്നില്ലെന്ന് പറയും. അതോടെ ഗീജനും കാലിലൊക്കെ വീണ് കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം അവനും ഒന്നെങ്കിൽ അവളോട് പെർമിഷൻ ചോദിക്കണം അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ കിസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു 5-6 ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനെ ശിവന് നല്ലോണം മനസ്സിലാകാൻ വേണ്ടി ഇവന്മാരുണ്ട് ലൈബ്രറി ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവന്മാർ വാങ്ങിക്കാൻ വന്നേക്കുന്ന ഒരു ബുക്ക് എങ്ങനെയാ പഠിക്കുന്നതെന്ന് ഗീജോ മനസ്സിലാക്കാൻ വേണ്ടിയാ. അങ്ങനെ ആ ബുക്ക് തപ്പി പോകുമ്പോഴാണ് അവിടെ ഓയിന്റെ 2 ഫ്രണ്ട്സിനെ കാണുന്നത്. അങ്ങനെ മിറയ്ക്കാണ് ഗീജന്റെ ഒരു കൂട്ടുകാരനോട് ക്രഷ് ഉണ്ട്. പക്ഷെ അതേസമയം അവന് സെറയോടുള്ളതുകൊണ്ട് ഇത് കാണുന്ന അവളാണ് മൊത്തത്തിൽ സങ്കടത്തിലാകും. ഇതേസമയം ക്ലാസ് കഴിഞ്ഞിട്ട് ഓയിനാണ് അവളുടെ പെൻസിൽ മറന്നു വെച്ചെന്ന് പറഞ്ഞ് അവളിപ്പോ ഡ്രോയിങ് ക്ലബ്ബിൽ വന്ന് എടുക്കാൻ വേണ്ടി വന്നേക്കും. അതേസമയം അവളും അവളുടെ ഡ്രീം എന്തോന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോഴാണ് അവൾക്കാകെ ഇപ്പൊ ഇഷ്ടമുള്ള ഗീജനെ ഉള്ളു. ഒരു ശവനാണ് എന്റെ ഡ്രീം എന്ന് ഇവള് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഗീജനും അപ്പൊ ഞാനാണ് നിന്റെ ഡ്രീം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് അങ്ങ് വരും. അപ്പോഴാണ് അവൾ ഇവിടെ നല്ല ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ ഇത് കണ്ടിട്ട് അവനും ഇന്നലെ ഫോണിൽ വെച്ച് അങ്ങനെയൊക്കെ സംസാരിച്ച് ഇപ്പൊ നേരിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് ഇവന്റെ മനസ്സിപ്പോ സ്റ്റേബിൾ ആയിട്ടല്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ എടാ ഞാൻ ഇന്നലെ എന്തോടെ പറഞ്ഞേ എന്നിട്ട് അവൾ ചോദിക്കുമ്പോൾ തന്നെ ഇവൻ കൂട്ടുകാരൻ പറഞ്ഞ ടെക്നിക്ക് അനുസരിച്ച് ഇവളെ പെട്ടെന്ന് കിസ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇവൾ അവനെ പിടിച്ച് തള്ളിയിടും. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇവർ സംസാരിക്കുമ്പോഴാണ് ഗീജനും ഇനി ട്രിക്ക് 3-4 ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവളോട് ആ കാര്യം പറയുമ്പോൾ അവള് ടെൻഷനായിട്ട് എടാ ട്രിക്ക് 1, 2, 3 ഒന്നും വേണ്ട ഇതിപ്പോ നടക്കത്തില്ല എന്നിട്ട് അവള് പറഞ്ഞിട്ട് അവനും എനിക്കും അറിയാം ഇതൊന്നും നടക്കത്തില്ലെന്ന് നിന്നെ കുറിച്ച് എനിക്കറിയത്തില്ല പക്ഷെ എന്നെങ്കിലും നമ്മൾ കിസ് ചെയ്യും അത് ഇന്നാകണമെന്ന് ഞാനിന്ന് ആഗ്രഹിച്ചെന്നേ ഉള്ളു ഒരാൾ ഇഷ്ടമെന്ന് കാണിക്കാനുള്ള ഒരു ചാൻസ് അല്ലേ അത് എന്നിട്ട് ഇവനും പറയുമ്പം ഇത് കേട്ട് അവളും അവൻ എങ്ങനെ ഇപ്പൊ മനസ്സിലാക്കുന്ന വിചാരിച്ചിട്ട് ഇവനോട് ഇഷ്ടമില്ലാത്തോണ്ടൊന്നല്ല അവൾ അതിന് എതിർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട എനിക്ക് നിന്നെ മനസ്സിലാവും എങ്കിൽ പിന്നെ ആദ്യം നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഫുള്ളായിട്ട് മനസ്സിലാക്കാം. എന്റെ പകുതി ഭാവമേ നിനക്കറിയത്തുള്ളൂ അതേപോലെ നിന്റെയും പകുതി ഭാവം എനിക്കറിയത്തുള്ളൂ അതുകൊണ്ട് പ്രേമിക്കുന്നവർ തമ്മിൽ ഫുള്ളായിട്ട് മനസ്സിലാക്കണം എന്നിട്ട് അവനും പറഞ്ഞിട്ട് ഇപ്പൊ ഇവള് കാരണം ഇവൻ കുറെ ആലോചിക്കുമെന്ന് പറഞ്ഞ് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. അതിനെ ഷൂയിന് പഠിക്കണമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവള് പെട്ടെന്ന് പോകുന്നതിന് മുമ്പേ ഇവ മോഡലിംഗ് ചെയ്യുന്ന അവൾക്കൊന്ന് കാണാമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് സന്തോഷത്തി തീർച്ചയായിട്ടും നിനക്കൊന്ന് കാണാമെന്ന് പറഞ്ഞ് ഇവളെ വരാൻ വേണ്ടി പറയും. അതിനെ ഷൂയിൻ രാത്രി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് ഇവളുടെ വേസ്റ്റ് എടുത്തിട്ട് പുറത്ത് കളയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും എപ്പോഴും വേസ്റ്റ് എന്ന് എന്റെ ഇതെന്ന് പറഞ്ഞ് അവളിപ്പോ കളയത്തില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളുടെ അമ്മയാണ് വേസ്റ്റ് കളയാൻ നിന്നോടല്ലാതെ പിന്നെ ആരോട് പറയുന്ന പറഞ്ഞ് ഈ വീട്ടിലുള്ളവരല്ലേ കളയണ്ടേന്ന് പറയും. പക്ഷെ അവളാണ് എപ്പോഴും എന്നോട് മാത്രമേ പറയത്തുള്ളൂ അമ്മ എന്ന് പറഞ്ഞ് ഇവള് കഴിഞ്ഞ അവണ അമ്മയോട് സോറി പറഞ്ഞ് ഇവർ തിരിച്ച് സോറി പറയുന്നു വിചാരിച്ചിട്ടാന്ന് പറയും. അപ്പോഴാണ് അവളുടെ അമ്മയാണ് വേസ്റ്റ് കളയാൻ പറഞ്ഞാൽ നീ ആവശ്യമില്ലാതെ എന്റെ കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അടുക്കള പണിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് നിന്റെ തരുന്നതെന്ന് അവരവിടെ നിന്ന് കളയാൻ പോകുമ്പോഴാണ് റൂമിൽ നിന്ന് ഇവളുടെ ചേട്ടനാണ് ഇറങ്ങി വന്നിട്ട് അവനിത് കളഞ്ഞോളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളുടെ അമ്മയും വീട്ടിൽ വന്ന് ഇപ്പൊ റെസ്റ്റ് എടുത്ത് നിന്റെ ചേട്ടനെ ജോലി ആവശ്യം നിനക്ക് സന്തോഷം
ആവശ്യമല്ലേ ഉള്ളു. എന്നിട്ട് അവളുടെ അമ്മ അവളെ വഴക്ക് പറയും. ഇതേ സമയം ഊയിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ള കാരണം അവളുടെ അച്ഛനും അമ്മയും കൂടെ എപ്പോഴും ഇവളെക്കാളും നല്ലോണം അനിയനും ചേട്ടനും പഠിക്കുന്നുണ്ട്, അവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ കാരണം വീട്ടിലാകെ ഇവളുടെ അമ്മ ഇവളെ മാത്രമേ വഴക്ക് പറയത്തുള്ളൂ. അതേസമയം ഗീജനാണ് ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഹോംവർക്ക് വന്നോണ്ട് നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ അതോർത്ത് ഇപ്പൊ ഭയങ്കര വിഷമത്തിലാന്ന് പറയും. അപ്പരാണ് അമ്മയായിട്ട് വഴക്കുണ്ടായി കരഞ്ഞിട്ട് ഇവളാണ് ഇവന്റെ മെസ്സേജ് കണ്ട് സന്തോഷെത്തി ഞാൻ സേഫായിട്ട് വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പരാണ് അവനും എങ്കിൽ പിന്നെ താങ്ക്സ് നീ സേഫായിട്ട് വീട്ടിൽ എത്തിയതിന്. എന്നിട്ട് അവൻ തിരിച്ച് റിപ്ലൈ ഇടുമ്പം ഇവളാണ് അവന്റെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് ഇവളുടെ ദുഃഖമൊക്കെ ഇല്ലാതാക്കും. അങ്ങനെ ആദ്യമൊക്കെ ഇവൾ സങ്കടത്തിൽ കരഞ്ഞോണ്ടിരിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ കൂടെ ഇവ ഉള്ളതുകൊണ്ട് ഇവൾക്ക് അതോർത്ത് ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവൾക്കും ചെറിയ പേടി വരാറുണ്ട്. ഒരു ദിവസം ഇവൾ എഴുന്നേറ്റ് നോക്കുമ്പോ ഇവളുടെ ജീവിതത്തിൽ നിന്ന് അവൻ മാഞ്ഞു പോകുമെന്ന് പറഞ്ഞ് കാരണം അവന്റെ അത്രയും ഇവള് പെർഫെക്റ്റ് അല്ലെന്ന് ഊയും വിചാരിക്കുന്നത്. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം ഗീറിനാണ് വീണ്ടും സുൻഹയെ കണ്ട് പേടിച്ചോടിക്കൊണ്ടിരിക്കും. കാരണം കഴിഞ്ഞ തവണ ക്ലബ്ബിൽ വെച്ചും എല്ലാരും കൂടെ ഇവൾക്ക് സുൻഹയുടെ ഫീലിങ്സ് ഉണ്ടെന്ന് ചോദിച്ചാണ്. പക്ഷെ അതിനവൾ ഉത്തരം പറയത്തോണ്ട് സുൻഹ ഇവളുടെ പുറകെ തന്നെ വരുക. അതുകൊണ്ട് അവസാനം അവൻ അവളെ പിടിച്ചിർത്തിയിട്ട് ഇപ്പൊ എന്തിനാ വീണ്ടും ഇവനെ കണ്ട് അവോയ്ഡ് ചെയ്യുന്നറിഞ്ഞ് സത്യത്തിൽ ഇവൾക്ക് ഇവനോട് ഒരു ഫീലിങ്സ് ഇല്ലെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് അവൾ ഉത്തരം പറയാതിരിക്കുമ്പോഴാണ് അവൻ വിഷമിച്ച് അവിടെ നടന്നു പോകും. ഇത് കണ്ട് അവളും പുറകെ ഒന്ന് സമാനപ്പെടുത്താൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു തോടി ഒന്ന് ഗീറിനെ അങ്ങ് ഹഗ് ചെയ്യും. അത് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. അങ്ങനെ അവനും ഞാൻ നിന്നെ കുറെ മിസ് ചെയ്യുന്ന പറഞ്ഞ് ഇവളോട് ഇപ്പൊ സംസാരിക്കുമ്പോൾ ഇത് കണ്ട് സുൻഹോ ഇവിടെ മൊത്തം ഷോക്കായിരിക്കും. അപ്പോഴാണ് സുൻഹോയും മറ്റവൻ അവളെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് അവളുടെ ഷോൾഡറിൽ നിന്ന് കൈയെടുക്കാൻ പറയുമ്പം ഗീറിന് എന്തോ എന്നറിയാതെ അവൾ അവിടെ നിന്ന് തട്ടിക്കളഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ ഊയിന്റെ ഫ്രണ്ട്സും ഇന്ന് അവന്റെ മോഡലിംഗ് കാണാൻ പോകുന്നുണ്ട്. ഇവളും കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടോന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതേസമയം ഊയിന് അവിടെ നിന്ന് പോയതിനു ശേഷം ഇവിടെ സെറയും നമുക്ക് സിനിമ ആണെന്ന് പറഞ്ഞ് മിറയെ വിളിക്കും. പക്ഷെ അവളാണ് ഗീജോന്റെ കൂട്ടുകാരൻ ഇവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവളാ അസൂയില് അവൾക്കിപ്പോ സമയമില്ലെന്ന് പറഞ്ഞ് ഇവൾ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇവർ സംസാരിക്കാൻ നോക്കിയാലും മിറ അവോയ്ഡ് ചെയ്തിട്ടാ പോകുന്നത്. അങ്ങനെ അന്ന് വൈകിട്ട് ഇവിടെ ഗീജോന്റെ മോഡലിംഗ് കാണാൻ വേണ്ടി ഊയും പോകുമ്പോഴാണ് അവിടെ ഒരു പെങ്കൊച്ച് സ്റ്റൈലിഷ് ആയിട്ട് പോകുന്നുണ്ട്. ഇവളാണ് ഇവളെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കും. അതേസമയം ഇതെല്ലാം ഗീജം കാണുവാണ്. പിന്നെ എന്നെ കുറെ അഡ്വൈസ് ചെയ്യുന്ന പറഞ്ഞ് ഇവൾ എങ്ങനെ ഉണ്ടെങ്കിലും അവൻ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവൾ വിചാരിച്ചുണ്ടെങ്കിൽ അകത്തേക്ക് എറിച്ചില്ലും. അപ്പോഴാണ് ഗീജോനാണ് പെട്ടെന്ന് ഇവളെ കണ്ടിട്ട് ഊയും ഇത്രയും പെട്ടെന്ന് നിന്നെ ആരെ വരാൻ പറഞ്ഞ സമയമായില്ല നീ ആദ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവളെ പറഞ്ഞുവിടാൻ നോക്കുമ്പോൾ അവളാണ് നേരത്തെ വന്ന് എന്തോ തെറ്റെന്ന് പറഞ്ഞ് ഇവനല്ലേ സ്കൂൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് പറയും. അതേസമയം ഇന്ന് എല്ലാവരും കൂടെ ഷട്ടില്ലാതെ കുറെ പോസ് ചെയ്യുന്നുണ്ട്. അവനിപ്പോ പേടിച്ചിരിക്കുന്നത് കാരണം പെട്ടെന്നാണ് ഇവരുടെ കോസ്റ്റ്യൂം ഒക്കെ മാറിയത്. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരും ഇവൻ 8ന്റെ പണിയെടുക്കണമെന്ന് പറഞ്ഞ് ഷൂട്ടിങ്ങിന് സമയമായി ഗായ്സ് എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും കൂടെ വിളിച്ചെടുത്തും. അതോടെ ഇന്ന് മോഡലിംഗ് വന്ന എല്ലാമാരും കൂടെ ഷട്ടില്ലാതെ അവിടേക്ക് വരുമ്പോൾ ഇവനാണ് പേടിച്ചിട്ട് നീ ആരെയും നോക്കല്ലേ ഊയിൻ എന്നെ മാത്രം നോക്ക് എന്നിട്ട് അവളെ മറച്ചേക്കും. എന്നിട്ട് അവനവളെ മേക്കപ്പ് റൂമിലേക്ക് വിളിച്ചോണ്ടിട്ട് പുറത്ത് ഫുള്ളും ദുഷ്ടന്മാരാന്ന് പറഞ്ഞ് ഇവൾ അങ്ങോട്ടേക്ക് നോക്കണ്ടെന്ന് പറയും. അപ്പോഴാണ് അടുത്തായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗീജോനെ വിളിക്കുമ്പം ഇവളാണ് ഞാൻ എന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവനെ പോകാൻ വേണ്ടി പറയും. അതേസമയം അവനാണ് ഇവൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവന് മനസ്സില്ല. അങ്ങനെ അവന്റെ കൂട്ടുകാരന്മാരായിരിക്കും അവനെ പൊക്കിയെടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം അവന് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവൾ അത് കണ്ട് മൊത്തത്തിൽ ഇംപ്രസ് ആയിട്ട് ഇവളുടെ നെഞ്ചെടുപ്പ് എന്തിനെങ്ങനെ കൂടുന്നതെന്ന് അവൾ തന്നെത്താനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവനും എന്നെ മാത്രം നോക്കുന്ന പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കുറെ പോസ് എടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് അവളാണ് ഗീജോ മോഡലിംഗ് ചെയ്യുമ്പോൾ അവൻ ആള് മൊത്തത്തിൽ വേറെയാന്നറിഞ്ഞ് ഇവള് വീണ്ടും അവളുടെ ഡ്രീമിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങും. അതിനുശേഷം ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഗീറിന് വേണ്ടി അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളാണ് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകാൻ നോക്കും. പക്ഷെ ഇവനാണ് തടഞ്ഞു നിർത്തിയിട്ട് ഗീറിൻ നമുക്ക് അകത്ത് ഒന്ന് സംസാരിച്ചാലോ എന്നിട്ട് അവളുടെ കൈ പിടിക്കുമ്പോൾ ഇവളാണ് കൈ എടുത്തില്ലേ നിന്റെ കൈ ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കും. ഇതേ സമയം അവനും ഇവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് അവന്റെ തെറ്റാന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ഒന്നേറെന്ന് പറയുമ്പോൾ അവളും ദേഷ്യത്തി നീ എന്നെ വിട്ടിട്ട് പോയതല്ല ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്തേന്ന് പറഞ്ഞ് ഇനി ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവളെ ആലോചിച്ചിട്ട് ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയുമ്പോൾ ഗീറിനാണ് ഈ ഒരു ആക്ടിങ് ഞാൻ വീണ്ടും ഒന്ന് വീണ് പോകത്തില്ലെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനത്തെ നല്ല വർത്തമാനം എടുത്ത് ആൾക്കാരെ മയക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. പക്ഷെ അവനാണ് നമുക്ക് വീണ്ടും കാണാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. ഇതേസമയം ഇവർ സംസാരിക്കുന്നതൊക്കെ സുൻഹ കണ്ട് ദേഷ്യത്തിരിക്കുക. അതിനുശേഷം ഇവിടെ മോഡലിംഗ് കഴിഞ്ഞിട്ട് ഗീജനാണ് ഇവൾ എന്തിനാ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അകത്തൊന്ന് നോക്കിക്കോടാൻ ചോദിക്കുമ്പോൾ അവളും കുറെ ആൾക്കാരായതുകൊണ്ട് ഇവളെ പുറത്തേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് അവനും അതും ശരിയാ എങ്കിൽ പിന്നെ നിനക്കിപ്പോ നല്ല വിശപ്പാണല്ലോ നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്നിട്ട് അവനും വിളിക്കുമ്പം ഇവള് പെട്ടെന്ന് ഇന്ന് നേരത്തെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. ഇത് കേട്ട് അവനെ സങ്കടത്തി അതൊന്നും ഇത്രയും പെട്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം ഇവൾ എനിക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കും. അങ്ങനെ അവൻ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞാലും അവൾ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞ് ഇവൻ കൂടെ വരണ്ടെന്ന് പറയും. എന്നിട്ട് ഇവൻ ഈ കാര്യം അവന്റെ കൂട്ടുകാരന്മാരോട് പറയുമ്പോഴാണ് അതിലൊരുത്തനാണ് അവളുടെ കൂട്ടുകാർ മിറയ്ക്ക് മെസ്സേജ് അയച്ച് ഇവർക്ക് ക്വിസ് കോമ്പറ്റീഷനെ കൊണ്ടാൻ ചോദിക്കും. പക്ഷെ അവളാണ് ഞങ്ങളിന്ന് കൊച്ചുകളല്ലെന്ന് പറഞ്ഞ് ഇവന് തിരിച്ച് മെസ്സേജ് ഇടുമ്പോൾ ഈ കാര്യം അറിഞ്ഞ് ഗീജനാണ് അവളെന്തിനാ കള്ളം പറഞ്ഞെന്ന് ഇവനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ കാക്കിയും ബ്ലാക്ക് ഫിംഗറിനെ കാണാൻ പോയിട്ട് ഇവൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവൻ പറയാൻ വന്നതെന്ന് പറയുമ്പം ഇവൾ അത്രയും പെട്ടെന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇവനെ വന്നിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട്
എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞിട്ട് അവളും ഇതൊന്നല്ല എനിക്ക് വേണ്ട, സത്യത്തിൽ എന്നെ എന്തിനാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവള് ഭയങ്കര ധൈര്യമായിട്ടുള്ള ക്യാരക്ടറാ, അതേപോലെ മറ്റുള്ളവരെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഇവള് ഭയങ്കര ഫോക്കസ് എന്ന് പറയും. ഇത് കേട്ട് അവളാണ് ഒരു ഡ്രോയിങ് ക്ലബിന്റെ പുറത്ത് എന്നെ കാണാൻ വേറെ പോലെയൊക്കെ ആണെങ്കിലോ എന്ന് പറഞ്ഞ് അപ്പോഴും ഇവളുടെ ക്യാരക്ടറിനെ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് കേട്ട് അവനും അതിനൊന്നും ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് ഇവള് മാറാൻ വഴിയില്ലെന്ന് പറയുമ്പം അവള് ഇവനോട് മാറാൻ ചാൻസ് ഇല്ല, അതിനർത്ഥം നീ എന്നെ കുറിച്ച് അവിടെ കണ്ട രീതിയിൽ സ്വപ്നം കണ്ടു വെച്ചേക്കുക, പക്ഷെ അതേപോലെ ഞാൻ ഇരിക്കണമെന്ന് ഒരാവശ്യമില്ല. നീ അവിടെ വെച്ച് കണ്ടത് എന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, അത് മൊത്തത്തിൽ ഞാനല്ല. അതുകൊണ്ട് നീ സ്വപ്നം കണ്ട എന്നെ വെറുതെ സ്നേഹിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ ഞാൻ ആരാന്ന് നീ സത്യത്തിൽ മനസ്സിലാക്ക് എന്നിട്ട് അവളും പറയുമ്പം ഇവനൊന്നും പറയാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും ഇനിയിപ്പോ ഞാനിങ്ങനെ സത്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് എന്നോട് വീണ്ടും ഇഷ്ടമായാൻ ചോദിക്കുമ്പം അവൻ അതാന്ന് പറഞ്ഞ് ഇവളെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ഇവളെ ഗീറിനും സുൻഹയും വിളിച്ചോണ്ട് പുറത്ത് കടയിലേക്ക് ചെല്ലുമ്പോഴാണ് അവനാണ് ഇപ്പോഴും ഇവള് മറ്റവനായിട്ട് സംസാരിച്ച ദേഷ്യത്തിലുള്ള. അതേസമയം അവള് പെട്ടെന്ന് അവന്റെ ടോപ്പിക് എടുക്കും. അവനെ മൊത്തത്തിൽ മറന്നതിന് ശേഷം അവൻ എന്തിനാ വീണ്ടും വന്ന് ഇവളെ ശല്യപ്പെടുത്തുന്നതെന്ന്. ഇത് കേട്ട് സുൻഹോ ഇവളെ ദേഷ്യത്തിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും ഇവൻ എന്തേലും അത് പറഞ്ഞ പോലെ കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നെ ഞാൻ എന്തോ നോർമലായിട്ടിരിക്കണോ, നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് വീണ്ടും നിന്റെ പുറകെന്ന് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നോക്കുമ്പോഴാണ് ഇവൾ അവന്റെ പുറകെന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി നോക്കും. നീ എന്തിനാ അവനോർത്ത് ടെൻഷൻ ആവുന്ന, നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ വീണ്ടും അവൻ ഇഷ്ടപ്പെടുമെന്ന്? അങ്ങനെയാണ് എനിക്കത് ഭയങ്കര ഇൻസൾട്ടാ എന്നിട്ട് അവൾ പറയുമ്പോൾ അവനും ദേഷ്യത്തി നീ സത്യത്തിൽ എന്നെ ഇഷ്ടപ്പെടുവാണോ അല്ല ചുമ്മാ എന്റെ കൂടെ കളിച്ചു നടക്കണമെന്ന് പറഞ്ഞ് ഇവളെ സീരിയസ് ആയിട്ടാണോ ഇവൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് അതാദ്യം കണ്ടുപിടിച്ചിട്ട് എന്നോടൊന്ന് സംസാരിക്കുന്ന പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.